കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ പോലീസിനെതിരെ പരാതിയുമായി രാജകുടുംബം. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാജകുടുംബം ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. കേസിൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചിലരുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടി രൂപയുടെ പൗരാണിക ആഭരണങ്ങൾ മോഷണം പോയ കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിനെതിരെ പരാതിയുമായാണ് രാജകുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നാണ് പരാതി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടാണ് രാജകുടുംബാംഗങ്ങൾ വാക്കാൽ പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ കൊട്ടാരത്തിലെത്തിയ അന്വേഷണ സംഘം മോഷണം നടന്ന മുറിയിലും ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇരുമ്പലമാരയിലും പരിശോധന നടത്തിയിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കേരളത്തിന് പുറത്തേക്ക് ആഭരണങ്ങൾ എത്തിയേക്കാമെന്ന സംശയത്തിൽ ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലെ സ്വർണ്ണ വ്യാപാരികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സുരക്ഷാ ജീവനക്കാരും നിരീക്ഷണ ക്യാമറകളുമുള്ള കൊട്ടാരത്തിൽ നിന്ന് എങ്ങനെ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്നതിന് ഇപ്പോഴും വ്യക്തതയില്ല. കഴിഞ്ഞ നവംബറിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുമ്പായി അലമാര തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയുന്നത്. തുടർന്ന് കൊട്ടാരത്തിനകത്ത് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനാകാതെ വന്നതോടെയാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. മാർച്ച് 15-നാണ് മുതിർന്ന രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ജനം, തിരുവനന്തപുരം.